അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം നമ്മളെ വിജയുടെ കാര്യം തന്നെയാണ്. 40 ആൾക്കാർ മരിച്ച ദുരന്തത്തിൽ നമുക്ക് അതിയായ വിഷമമുണ്ട്, മനുഷ്യരാണ്. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ക്രൗഡ് ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാൾ വരുമ്പം ആ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിക്കണം. അത് പഠിക്കാത്തടത്തോളം കാലം അതിന് കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ആ പരിപാടിനെ പരമാവധി മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ പല രീതിയിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പറ്റുന്നുണ്ട്. മാത്രമല്ല, വിജയുടെ ജനപ്രീതി എന്ന് പറയുന്ന സാധനം അത് നിങ്ങളൊന്നും കണക്കാക്കിയ ആ ഒരു ലെവലിലല്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു തമാശ ചോദിക്കുകയാണ്. ഇപ്പോൾ ലോകത്തൊക്കെ ആരാധനാലയങ്ങളുണ്ട്. ഈ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് തിക്കും തിരക്കിലും പെട്ട് ആളുകൾ അവിടെ മരിച്ചാൽ ആ ആരാധനാലയത്തിലേക്കുള്ള പ്രവേശനം ഇല്ലാതാക്കുമോ? ആ ദൈവത്തെ അവിടെ നിർത്തി മാറ്റുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് പൊളിറ്റീഷ്യൻസ്, അതേപോലെ രാഷ്ട്രീയക്കാർ, ഇതുപോലെ സ്റ്റാർട്ടപ്പുള്ള ആൾക്കാർ, അതേപോലെ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ആളെ അവരെ കാണാൻ വേണ്ടി വരുന്ന ആളുകളുടെ ബാഹുല്യം എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ദീർഘവീക്ഷണമുള്ള അധികാരവർഗ്ഗമാണ് ഉണ്ടാവേണ്ടത്. അതല്ലാതെ ഇത്തരം ഉമ്മാക്കികൾ കാണിക്കുമെന്നല്ല അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ, ഇന്ത്യയിൽ പല പ്രശസ്തമായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്, പല സ്ഥലത്തും അപകടങ്ങൾ നടന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഈ പാലം പൊട്ടി വീണ് കുറേ ആൾക്കാർ മരിച്ചു. ഇന്ത്യയിൽ ഇനിയൊരു സ്ഥലത്ത് പാലം നിർമ്മിക്കില്ല എന്ന് പറയുമോ? ആരാധനാലയങ്ങൾ തിക്കും തിരക്കുണ്ടായി, ആളുകൾ മരിച്ചു, ദൈവങ്ങൾ അവിടെ നിന്ന് എടുത്തു മാറ്റുമോ? വാഹനാപകടം ഉണ്ടായി, വാഹനങ്ങൾ നാളെ മുതൽ ഓടാൻ പാടില്ലെന്ന് പറയുമോ? അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സംഗതി എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ അവിടെ ഈ രാജ്യം ഭരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന, അല്ലെങ്കിൽ ജില്ല ഭരിക്കുന്ന ഭരണാധികാരിക്ക് കൃത്യമായ ബോധം വേണം. എത്ര ആൾക്കാർ അവിടെ വരും, എത്ര ആൾക്കാർ വരാനുള്ള സമയം, ആളുകൾ കൂടുതൽ വന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വരവിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമോ? നിങ്ങൾ 10,000 ആൾക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ, എണ്ണി കയറ്റാൻ പറ്റുമോ? ഇത് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയാണോ? പൊതുജന റാലിയാണ്, ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതൊന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ വീഴ്ച പറ്റിയത് എന്തൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും ശരി, എന്തൊക്കെ പറഞ്ഞാലും ശരി, അവിടെ വീഴ്ച പറ്റിയത് അവിടെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള ഭരണാധികാരികൾക്കാണ്. അതായത് പോലീസിനാണ്, കലക്ടർക്കാണ്, ജില്ലാ ഭരണാധികാരികൾക്കാണ്, സംസ്ഥാന ഭരണാധികാരികൾക്കാണ്. തമിഴ്നാട് ഭരിക്കുന്ന ഭരണവർഗത്തിന് പറ്റിയിട്ടുള്ള വീഴ്ചയാണ്. അത്രയും ആളുകളുടെ ഈ ആപത്തുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. വിജയിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ബോധമുള്ള, ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർ തമിഴ്നാട്ടിലുണ്ട്, ലോകത്ത് മുഴുവനുണ്ട്. അവരതിനെക്കുറിച്ച് ചിന്തിക്കും. കൂടുതൽ പറയുന്നില്ല, പറയാനുള്ള കാര്യം എത്ര ഉള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്, നാളെ മുതൽ ആ വഴിപാട് അവിടെ വേണ്ട, ആ പരിപാടി അവിടെ വേണ്ടാന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ ഇതുപോലത്തെ ഒരു പരിപാടിക്കിടയിൽ ഒരു അപകടം നടന്നാൽ ആ പരിപാടി നിർത്തലാക്കുമോ? ആ ദൈവത്തെ അവിടെ നിന്ന് എടുത്തു മാറ്റുമോ? അതിനുള്ളൊരു ഉത്തരം നിങ്ങൾ പറയണം. മാധ്യമങ്ങളും പറയണം. പറ്റുമെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിലൊന്ന് പറയണം. ഓക്കെ.